യൂറിക് ആസിഡ് കുറക്കാൻ ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു എന്തായാലും ആദ്യം നീ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം തന്നെയാണ് യൂറിക് ആസിഡ് കുറക്കാൻ ഏറ്റവും ആവശ്യം. എന്നിട്ട് ആൾ ചോദിച്ചു, യൂറിക് ആസിഡ് എങ്ങനെയാണ് ഡോക്ടർ ഇത് ഉണ്ടാവുന്നത് ശരീരത്തിൽ? നമ്മുടെ ശരീരത്തിൽ പ്യൂരിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, നമ്മൾ DNA ഒക്കെ സ്ട്രക്ചറിൽ പഠിച്ചില്ലേ, അഡിനിൻ പ്യൂരിൻ എന്നൊക്കെ പറഞ്ഞാൽ, ഈ പ്യൂരിൻ വിഘടിക്കുമ്പം ശരീരത്തിലുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ യൂറിക് ആസിഡ് എന്നുള്ളത്. ഇത് കൂടുമ്പം കാണുന്ന ലക്ഷണം തന്നെയാണ് നിനക്ക് കണ്ടത്. അവിടെ തടിച്ച് ചുവപ്പായിട്ട് നല്ല നീർവീക്കൊക്കെ സംഭവിച്ചിട്ട് ശക്തമായുള്ള വേദനയായിട്ടാണല്ലോ വന്നത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. നിനക്ക് ഏതായാലും യൂറിക് ആസിഡ് ഉണ്ടല്ലോ, കുറച്ച് നന്നായിട്ട് നാരങ്ങ വെള്ളം കുടിച്ചോ. കാരണം ഈ നാരങ്ങ വെള്ളത്തിൽ വൈറ്റമിൻ സി അടങ്ങിയതാണ്. അത് യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഈ സിട്രസ് ഫ്രൂട്ടുകൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് യൂറിക് ആസിഡ് കുറക്കാൻ വളരെ ഉപകാരപ്രദമായിട്ട് കാര്യമാണ്. പിന്നെ ഈ കക്കിരിക്ക ഉണ്ടല്ലോ, അതിൽ ധാരാളം വെള്ളവും അടങ്ങിയിട്ടുണ്ട്, നാരും അടങ്ങിയിട്ടുണ്ട്. യൂറിക് ആസിഡിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ കിഡ്നിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണ് ഈ ഓട്സ് എന്ന് പറഞ്ഞാൽ. പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള നേന്ത്രപ്പഴം യൂറിക് ആസിഡ് കുറക്കാൻ നല്ലതാണ്. പിന്നെ ഇഞ്ചി കഴിച്ചോ കേട്ടോ. കാരണം എന്താ അറിയോ, ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റും ഉണ്ട്. മഞ്ഞൾ, കുർക്കുമിൻ നല്ലതാണ് യൂറിക് ആസിഡ് കുറക്കാൻ. പിന്നെ മധുരടാതെ ഗ്രീൻ ടീ കുടിച്ചോ, ചെറി നല്ലതാണ്.